എവിടെ കുടിയിരിക്കലൊക്കെ ലൈറ്റും കൂടി ഫിറ്റ് ചെയ്യാണ്ട് അതിന്റെ പണിയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു. ലൈറ്റ് അന്വേഷിച്ച് തുടങ്ങിയിട്ട് ഒരു മാസമായില്ലേ, ഇതുവരെ കിട്ടിയില്ലേ? അതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കാനാ ഞാൻ ഈ പോണ്ട്. ഇജ്ജെടുക്കാൻ പോകണു? ഞാൻ ബസ്സാറാ നിൽക്കാം. ബസ്സാറായി അയക്കുന്നില്ലാത്ത കാര്യം റോഡിന് നടക്കാൻ നിൽക്കണ്ടേ? പറയാതെ ഓഗസ്റ്റ് 32 നേരത്തെ തന്നെ വന്നോട്ടു. മാസൊക്കെ ഇപ്പൊ നീട്ടിയോ? ഓ അപ്പുണ്ണിന്റെ ഒക്കെ ഒരു സെറ്റപ്പേ. അപ്പുണ്ണിയേ ആ പുണ്ണി അത് ഞാൻ ഒഴിപ്പിക്കും. പക്ഷെ ഓൺലി 50 ലാക്ക്, അതിന്റെ അപ്പുറമല്ല. ആ എല്ലാ വർഷം പോവും. 50,000 ഉറുപ്പ്യ ഉള്ളൂന്നോ? അങ്ങനെയാണെങ്കിൽ തന്റെ വീട്ടിലത്തെ എലിയോ വെച്ചായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണേൽ ഒഴിപ്പിക്കാം, അല്ലാതെ നോക്കില്ല. അപ്പുണ്ണിയേ 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 ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാണ്ടായിരുന്നു അപ്പുണ്ണി. ഏത് പ്രധാനമന്ത്രിന്റെ കാര്യം പറയുകയാണെങ്കിലും എന്റെ കുറഞ്ഞ ഫീസ് 25,000 രൂപ ഇവിടെ വെക്കാം. അപ്പുണ്ണി ഇന്ന് ചങ്ങായിയല്ലേ? ആയിരുന്നു, ഇപ്പൊ അല്ല. പൈസ വന്നപ്പോ സ്വഭാവത്തിന് മാറ്റം വന്നട ചേട്ടേ. ജിന്റെ വൈക്ക് വരും. അതൊക്കെ പണ്ട് കോയെ കാണാൻ എനിക്ക് പോതാ കരിങ്കോയെ. ആഹാ രമണിയെ അയ്യോ പോയേ, അങ്ങോട്ട് വരിക. ഒന്നവിടെ നിൽക്ക, നിൽക്ക കേറി പോടി. അസത്തെ അവിടെ അവളവിടെ പ്രതിഷ്ഠയായിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നാ മര്യാദ നോക്കിക്കൊണ്ടേ അവിടെ ചെല്ല. പറേ തനിക്ക് ഫീസ് ഇല്ല. മുഖത്ത് നോക്കി പറയാം, ഞാൻ പറയണേ. നേരോ എന്താ പ്രശ്നം പറയാ? അപ്പൊ ഞാൻ ലൈറ്റും കൂടി ഫിറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ ഏറ്റവും കുറച്ചിട്ട് എവിടുന്നാ കിട്ടാന്നുള്ളത് ഒന്ന് നോക്കി പറഞ്ഞ. തന്റെ വീട്ടില് കുറഞ്ഞ പൈസക്ക് ക്വാളിറ്റി ഉള്ള ലൈറ്റ് കത്തണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ത്രിയമ്പക്കോണം നീങ്ങിയിരുന്നു പറേ. അതല്ലടോ കോയെ, എല്ലാരും ഒറ്റ സ്വരത്തിൽ ഒരേ കടന്റെ പേര് പറയുന്നുള്ളൂ. MR. ഇമ്മാരെ വിട്ടാ പറ്റില്ല, ഓൽക്ക് അതിന്റെ സെലക്ഷൻ അറിയില്ല. അല്ല ഇമ്മാരെ വിടുന്നല്ല കാര്യം കോയെ. MR ലൈറ്റ് വേൾഡ് എന്നാ പറഞ്ഞത്. MR എന്നുള്ള ആ കടിക്ക് പുളിയറമ്പക്ക് ഞാൻ പോയി നോക്കി. അവിടെ ചെന്നപ്പോ വേറെ ബോർഡാ കണ്ടത്. അത് പർലാക്ക്. അതന്നെ സെർലാക്ക്. പർലാക്ക് അത് കുറച്ച് പ്രീമിയം ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാന്നുള്ളൂ. കുറഞ്ഞ പൈസക്ക് അവര് കൊടുക്കണം. നേരോ? അപ്പൊ ഈ MR ലൈറ്റ് വേൾഡിന് പുളിയമ്പറമ്പല്ലാതെ വേറെ എവിടേക്ക് കടല്? പഠിക്കല് എടവണ്ണപ്പാറ. അപ്പൊ എന്നാ നീ ഒന്നും നോക്കണ്ട, അവിടെ തന്നെ ഉറപ്പിച്ചു. കുടിയിരിക്കലും ഉറപ്പിച്ചു. ഓക്കെ, എന്നാ 31-ാം തീയതി നേരത്തെ തന്നെ വന്നോണ്ടു. ഞാൻ എന്നോട് ഞാൻ പറഞ്ഞു. അത് ഞാനാ പറയുന്നത്. അല്ലേ ഞാൻ പറഞ്ഞു.